ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സും കാര്യമെല്ലാം പറയും ഈ ടൈൽ എടുക്കാൻ തന്നെ എന്താക്കണോ ഒരു മാസം വേണം 2 മാസം വേണമെന്നല്ലോ. എനിക്കിവിടെ 4 മണിക്കൂറേ ശരിക്കും ആവശ്യം വന്നിട്ടുണ്ട്. കാരണം അവിടെ പോയി ഞാനൊരു 11 മണി ആയിട്ടുണ്ട്. ഇവിടുന്ന് അവിടെ എത്തി ഒരു 11 മണിക്ക് അവിടെ എത്തി. അതിനുശേഷം ഒരു 4 മണിക്കൂറുണ്ട് എല്ലാം കഴിഞ്ഞ് ഓക്കെ ബൈ ബൈ. Hello everybody, we are back with another home tour of Marble Gallery. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാദാപുരത്താണ്. ആൻഡ് നമ്മളൊരു കപ്പിൾസിന്റെ വീട്ടിലാണ്, ഒരു ബ്യൂട്ടിഫുൾ കപ്പിളിന്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. സോ ഇന്നത്തെ നമ്മുടെ കപ്പിള് മിസ്റ്റർ ആദിഫ് ആണ്. ഹീസ് എൻ NRI ബിസിനസ് മാൻ. ഹീസ് ബേസിക്കലി സെറ്റിൽഡ് ഇൻ കുവൈറ്റ്. അവർക്ക് റെസ്റ്റോറൻറ്റ് ആണ് ബിസിനസ് ആൻഡ് കേറ്ററിംഗ്. ആൻഡ് ഹിസ് വൈഫ് റോഷ്ന ആദിഫ്, ഷീ ഈസ് എ ബൈക്ക് സ്റ്റണ്ടർ. സോ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ പരിചയപ്പെടാം. വരും. Hi. So this is Roshna Adif. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ she is a bike stunter. So introducing you to our customers. നമ്മൾ വന്നേക്കുന്നത് ഇന്ന് റോഷ്നയുടെ വീട്ടിലാണ്. സോ ഇന്ന് ഒരു ട്വിസ്റ്റ് ആണ്. റോഷ്ന, I want you to do the whole show. എപ്പോഴും കസ്റ്റമേഴ്സ് എന്നെ കണ്ട് മടുത്ത് കാണും. So we are going to have the customer herself introducing the house to us. അല്ലേ? Let's do it? Yes. Yes. ഞങ്ങളുടെ കസ്റ്റമറിനെ ഒന്ന് പരിചയപ്പെടുത്തൂ. പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ആദിഫ്, നാദാപുരാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈത്തിലാണ്, ബിസിനസ്സാണ് അവിടെ. പിന്നെ ഇതെൻ്റെ വൈഫ് റോഷ്ന ആദിഫ്. ഇവള് ചെറിയ തോതിൽ ബൈക്ക് സ്റ്റണ്ടറും കൂടിയാണ്. പിന്നെ അങ്ങനെ ഒരു ചെറിയ അപ്കമിങ് ബ്ലോഗറാണ്. അങ്ങനെ അതുകൊണ്ട് ഈ ഷോ ഞങ്ങള് റോഷനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഈ വീടിന്റെ പ്ലാനിങ്ങിനെ പറ്റി ഒന്ന് പറയാം. ഇത് ഞങ്ങളുടെ ആക്ച്വലി ഞങ്ങളൊരു ഡ്രീം ഹോം ആണ്. കുറേ വർഷത്തെ ഒരു ആഗ്രഹമാണ്. എല്ലാവർക്കും വീട് എന്നുള്ളൊരു സ്വപ്നം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇവിടെ എനിക്ക് മെയിനായിട്ട് ഞങ്ങൾക്കുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെന്റിലേഷൻ വേണമെന്നായിരുന്നു. അതേപോലെ മാക്സിമം വുഡ് അവോയ്ഡ് ചെയ്യാന്നുള്ളതായിരുന്നു. അതെല്ലാം അവർ DNA ആർക്കിടെക്ട്സ് അവരെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ DNA ആർക്കിടെക്ട്സിന്റെ അടുത്ത് എങ്ങനെ എത്തിപ്പെട്ടത്? DNA ആക്ച്വലി ഞങ്ങൾ വീടിൻ്റെ ഇങ്ങനെ ഒരു പ്ലാന് പ്രത്യേകിച്ച് കുറേ വുഡ് ഒഴിവാക്കുക. കാരണം ഒന്നാമത് നമ്മുടെ ക്ലൈമറ്റിന് വുഡ് അങ്ങനെ എന്താ സെറ്റായി വരുന്നില്ല. അപ്പോൾ അത് തീരുമാനിച്ച് അതിനുശേഷം ഇതൊരു L ഷേപ്പ് പ്ലോട്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ കുറേ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവസാനം DNAൻ്റെ പേജ് കണ്ട് അവരെ വർക്കും കാര്യമെല്ലാം പേജ് വഴി കണ്ടിട്ടാണ് ഞങ്ങൾ എന്താക്കുന്നത്. അബായ് എന്നുള്ള ഒരാളാണ് ഇവിടെ ആർക്കിടെക്ട്, അബായ് പ്രേംനാഥ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിങ്ങനെ നമ്മളുടെ ആഗ്രഹം ഒരു ഡ്രീം ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞു കൊടുത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. ഒരു 2-3 ദിവസം കഴിഞ്ഞ് ശരിക്കും നമ്മള് എന്തായിരുന്നു ആഗ്രഹിച്ചത് അതങ്ങനെ തന്നെ അയാൾ കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടും അവരുടെ ഒരു വിഷൻ നമ്മൾ വരക്കാന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു കാര്യം. അതിൽ മെയിനായിട്ട് പറയേണ്ടത് കിച്ചണിന്റെ കാര്യമാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ കിച്ചണിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവണം വീട്ടിന്റെ ഉള്ളിലേക്ക് ആര് എൻട്രി ചെയ്യുന്നുണ്ട്. ഡിസൈൻ തന്നെ എനിക്കൊരു എൻട്രൻസ് തന്നെ അവർക്ക് നോക്കാൻ പറ്റും. അതെ, എന്നാലും വീടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ് കിച്ചൺ, ഫീലും ഇല്ല. അപ്പൊ ആ ഒരു ഡിസൈൻ നല്ലൊരു സ്മാർട്ട് തിങ്കിങ് ഇല്ലാന്ന് അവരത്. അപ്പൊ ഇനി നമുക്ക് മാർബിൾ ഗാലറി എക്സ്പീരിയൻസ് ആണല്ലോ അറിയേണ്ടത്. സോ മാർബിൾ ഗാലറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയോ, എങ്ങനെയാണ് മാർബിൾ ഗാലറി എത്തിപ്പെട്ടത്? മാർബിൾ ഗാലറിയിൽ ആക്ച്വലി നമ്മളെ ആർക്കിടെക്ട് ആണ് നമ്മൾ എന്താക്കുന്നത് അവിടുത്തെ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് ആവശ്യമുള്ളത് എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ആയിരിക്കും കിട്ടുക. പക്ഷെ ഞാൻ അതിന് ശേഷം സത്യത്തിൽ
ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്തിരുന്നു, അവിടുത്തതും പിന്നെ പുറത്തും. അതെ. അങ്ങനെ ഞാൻ മാർബിൾ ഗാലറിയിൽ എത്തിയതിന് ശേഷമാണ് വേറൊരു ആവശ്യമില്ല, ഇനി വേറെ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ വേണ്ടി ഓൾമോസ്റ്റ് ഒരു 95% സാധനങ്ങൾ ഞങ്ങൾ അവിടെ തന്നെയാണ് വാങ്ങിയത് മാർബിൾ ഗാലറിയിൽ. എനിക്ക് നിങ്ങളൊരു വീടിന്റെ ഒരു സ്റ്റൈൽ തന്നെ ഇപ്പൊ മാമിനോട് എനിക്ക് അറിയാലോ, കണ്ടംപററി ആണ്. സോ നിങ്ങൾക്ക് കണ്ടംപററി സ്റ്റൈലിൽ വരുമ്പോൾ നമുക്ക് മെറ്റീരിയലും കണ്ടംപററി തന്നെ വേണം. അപ്പൊ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എനിക്ക് ശരിക്കും പറയാനുള്ളത് ഒരു കുടക്കീലെല്ലാം അതാണ് മാർബിൾ ഗാലറി. ഓക്കെ, കണ്ടംപററി ഉണ്ട്, ഇനി കൊളോണിയലിനാണെങ്കിൽ ആ ഒരു സംഭവം ഉണ്ട്. എല്ലാം അവിടെ കംപ്ലീറ്റ്ലി എന്താ പറയാ, എല്ലാം അവൈലബിൾ ആണ്. അതെ. അപ്പൊ അതേപോലെ തന്നെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സർവീസ്? ഓ, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ, സോണിയാണ് ഞങ്ങളെ കംപ്ലീറ്റ് അവിടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തോണ്ടിരുന്നത്. ഷി വാസ് വണ്ടർഫുൾ. ഇതുവരെ കഴിഞ്ഞ മാസമാണ് ഇവിടെ ഹൗസ് വാമിങ് കഴിഞ്ഞത്. അതുവരെ എന്താക്കും, ഇടയ്ക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും അത്രയും നല്ല സർവീസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ടൈൽ സെലക്ഷനും ഈസി ആയിരുന്നോ? വളരെ. കാരണം ഞാൻ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സും കാര്യമെല്ലാം പറയും, ഈ ടൈൽ എടുക്കാൻ തന്നെ എന്താക്കണോ, ഒരു മാസം വേണം 2 മാസം വേണമെന്നല്ല. എനിക്കിവിടെ 4 മണിക്കൂറേ ശരിക്കും ആവശ്യമുള്ളത്. കാരണം അവിടെ പോയി ഞാനൊരു 11 മണി ആയിട്ടുണ്ട്, ഇവിടുന്ന് അവിടെ എത്തി ഒരു 11 മണിക്ക് അവിടെ എത്തി. അതിനുശേഷം ഒരു 4 മണിക്കൂറുണ്ട് എല്ലാം കഴിഞ്ഞ് ഓക്കെ ബൈ ബൈ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എന്താണോ വേണ്ടത് അതാണ് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോണി അത് കറക്റ്റ് നല്ല നീറ്റായിട്ട് ആ കാര്യം ചെയ്തു. അപ്പൊ എന്താ നിങ്ങൾക്ക് വേണ്ടത് അത് നോക്കി സോണിയ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ സെലക്ഷനും നിങ്ങൾക്ക് നന്നായി. സോ താങ്ക് യു സോ മച്ച് ഫോർ ചൂസിങ് മാർബിൾ ഗാലറി. ഓക്കെ, താങ്ക് യു. Thank you for watching Our home tour with Marble Gallery.